അയോധ്യയിലെ തിരക്കത് ഗൗതം നിൽക്കുന്ന മേഖലയിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ പല കോണുകളിൽ നിന്നും അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ ഒഴുകിയെത്താണ്. അതുകൊണ്ട് അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടിങ്ങിന് പോലും കഴിയാത്ത തരത്തിലേക്ക് ആളുകളുടെ വലിയ തിരക്ക്, ഭക്തരുടെ രാമഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജിഷ്ണു കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കാർക്കും പ്രത്യേക ക്ഷണം ലഭിച്ചതല്ല. വ്യക്തിപരമായ അടുപ്പുള്ള പലരൊക്കെ അവിടേക്ക് പോകുമ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേക ക്ഷണമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആ മണ്ണിൽ അവിടെ എവിടെയെങ്കിലും ഒന്നുണ്ടായാൽ മതി, അത് ജന്മസാഫല്യമായി കാണുന്ന വലിയൊരു തലമുറയുണ്ട്. അത് പ്രായമായ ആളുകളല്ല, യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു മനോഭാവത്തിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുമ്പോൾ രാമനും അയോധ്യയും രാമായണവും ഒക്കെ ഇങ്ങനെ മലയാളികളുടെ മനസ്സിൽ പോലും എത്രത്തോളം അന്തർലീനമായിട്ടുണ്ട് എന്നത് കൃത്യമായൊരു സന്ദേശമായി നൽകിയാണ്. ജിഷ്ണു, ഉമേഷ്, തീർച്ചയായും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ ആഘോഷമാകുമ്പോൾ ഈ ഒരു അയോധ്യയിലെ പുണ്യഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് രാമനാമം ജപിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് പ്രത്യേകിച്ച് ഒരു ക്ഷണവും ലഭിക്കാതെ രാമന്റെ ജന്മഭൂമിയിലേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക് ആയിരക്കണക്കിന് തീർത്ഥാടകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുകിയെത്തിയിട്ടുണ്ട്. അവർ അയോധ്യയിലെ ഈ രാമജന്മഭൂമിക്ക് ചുറ്റുമുള്ള വിവിധ മേഖലകളിൽ തമ്പടിച്ചുകൊണ്ട് രാമനെ സ്തുതിച്ചുകൊണ്ട് സീതാദേവിയുടെ നാമം ഉരുവിട്ടുകൊണ്ട് ഈ പുണ്യ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു പുതിയ തലമുറ കൂടി രാജ്യത്ത് ഉയർന്നു വരുന്നു എന്നതിന്റെ വളരെ വ്യക്തമായ സൂചന കൂടി തന്നെയാണ്. അയോധ്യയിലേക്ക് എത്തിയതിൽ നമ്മൾ പ്രതികരണം എടുത്തതിലെല്ലാം തന്നെ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകും. ഞാനിപ്പോൾ ഉള്ളത് രാംപത്തിലാണ്, അതായത് ലതാ മങ്കേഷ്കർ ചൗക്കിൽ നിന്ന് പുതിയ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഇത് നവീകരിച്ച് അതിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് ഈ വേദിക്ക് ചുറ്റും ജനങ്ങൾ ആനന്ദ നൃത്തമാടുകയാണ്. അവരുടെ രാംലല്ല ജന്മഭൂമിയിലെ ഗർഭഗൃഹത്തിൽ വീണ്ടും പ്രതിഷ്ഠിതനാകുമ്പോൾ ആ നിമിഷം ആഘോഷമാക്കിക്കൊണ്ട്, ആ നിമിഷം ആഹ്ലാദത്തിൻ്റെതാക്കിക്കൊണ്ട്, ആ നിമിഷം ഭക്തിയുടേതാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആനന്ദ നൃത്തം ചവിട്ടുകയാണ് ഈ രാമജന്മഭൂമിക്ക് ചുറ്റുമുള്ള ആളുകൾ. അതിനായി പ്രത്യേകം വേദികൾ ഒരുക്കിയിട്ടുണ്ട്. ആ വേദികളിൽ പ്രത്യേകമായ കലാരൂപങ്ങൾ അരങ്ങേറുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതല്ലാതെ തന്നെ സാധാരണക്കാരായ ആളുകൾ, തീർത്ഥാടകർ, അവരെല്ലാം തന്നെ അയോധ്യയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ഒരു നിമിഷം ധന്യമാക്കുന്നതിനായി ആനന്ദ നൃത്തമാടുകയാണ്. അത് നമുക്ക് ഈ വീതിയിൽ നിന്ന് അനുഭവിച്ചറിയാൻ സാധിക്കും. കാരണം ഇന്നത്തെ പുലരി, ഈ ഒരു പുലരി ശ്രീരാമന്റെ പുലരിയാണ്, ഭാരതത്തിന്റെ പുലരിയാണ്, ഭക്തിയുടെ പുലരിയാണ്. ആ ഭക്തിയുടെ പുലരി ആനന്ദമാക്കുന്നതിനായി അയോധ്യ നേരത്തെ തന്നെ ഉണർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്താ പുലരി റിപ്പോർട്ട് ചെയ്യുന്നതിനായി രാവിലെ ഈ വഴി പോകുമ്പോൾ കടുത്ത ശൈത്യം, അതിശൈത്യം എന്ന് തന്നെ അയോധ്യയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അയോധ്യ ഉണർന്നേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇന്ന് 6:30 മുതൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പുലർവേളയിൽ തന്നെ അതിശൈത്യം പോലും മറികടന്നുകൊണ്ട് ഈ രാംഭത്തുമൊപ്പം അയോധ്യയും ഉണർന്നു കഴിഞ്ഞു. എല്ലാവരും അവരുടെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പട്ടാഭിഷേകം ആഘോഷമാക്കുന്നതിന്, ആ ആഘോഷത്തിൽ പങ്കുചേരുന്നതിന്, ആ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നതിന് അയോധ്യയുടെ മണ്ണിലേക്ക് എത്തിയവരാണ്. ഒപ്പം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും പൂജാ ചടങ്ങുകൾ നടക്കുന്നു. 11:30 ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ ഈ ഗർഭഗൃഹത്തിനകത്ത്, ശ്രീകോവിലിനകത്ത് ആരംഭിക്കുക. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വരുന്നത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ നഗരമുള്ളത്. ഈ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും പരിശോധിച്ചുകൊണ്ടും ഉദ്യോഗസ്ഥർ പോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ പോകുന്നത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാഹന വ്യൂഹമാണ്. അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെയാണ് തങ്ങിയത്. അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാഹന വ്യൂഹമാണ് ഇപ്പോൾ രാംപത്തിലൂടെ മുൻപോട്ട് കടന്നുപോയിട്ടുള്ളത്. ഒപ്പം കനത്ത സുരക്ഷാ വലയം നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കും. അത്രയധികം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംഘചാലകർ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ കനത്ത സുരക്ഷാ വലയമാണ് അയോധ്യയിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. അത്രയധികം പോലീസ് ഉദ്യോഗസ്ഥർ, UP പോലീസ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണെങ്കിലും NSG കമാൻഡോസും SBG കമാൻഡോസും ഉൾപ്പെടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് പൂർണ്ണമായും അയോധ്യ നഗരമുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ
അയോധ്യ നഗരത്തിന്റെ അയോധ്യയിൽ ക്ഷേത്രം ഉൾപ്പെടുന്ന 3 സോണുകളായി തിരിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിൽ അയോധ്യയിലെ പുതിയ ക്ഷേത്രം ഉൾപ്പെടുന്ന റെഡ് സോണിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല NSG കമാൻഡോസ് ഏറ്റെടുത്തിരുന്നു. അതിന് പുറത്ത് യെല്ലോ സോണിൽ CRPF-ഉം ഒപ്പം കേന്ദ്ര അർദ്ധസൈനിക വിഭാഗവും ഉൾപ്പെടെയുള്ളവരുടെയും വിന്യസിച്ചുകൊണ്ടാണ് അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അയോധ്യ പൂർണ്ണമായും ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. ഇന്ന് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ അടുത്ത ദിവസമാണ് സാധാരണക്കാരായ തീർത്ഥാടകർക്ക് അയോധ്യയിൽ പുതിയ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള സൗകര്യം അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് മുതൽ വലിയൊരു തീർത്ഥാടകരുടെ പ്രവാഹം അയോധ്യയിൽ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. അത്രയധികം ആളുകൾ അയോധ്യക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അയോധ്യക്ക് ചുറ്റും ഇത്തരത്തിൽ ധാരാളം ആളുകൾ തമ്പടിച്ചിട്ടുള്ളൂ. ഒപ്പം അയോധ്യയിലേക്ക് എത്താൻ സാധിക്കാതെ ലക്നൗ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ അയോധ്യക്ക് സമീപമുള്ള നഗരങ്ങളിൽ നിന്നുള്ള ബസ് സർവീസ് കഴിഞ്ഞ ദിവസം മുതൽ നിർത്തലാക്കിയിരുന്നു. അതുകൊണ്ട് അയോധ്യയ്ക്ക് സമീപമുള്ള പല മേഖലകളിലും അയോധ്യയിലേക്ക് എത്താനുള്ള തീർത്ഥാടകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞാൽ അയോധ്യയുടെ മണ്ണിലേക്ക് എത്താനുള്ള ഒരു നീക്കം ആരംഭിക്കും. അതുകൊണ്ട് അയോധ്യ ഇന്ന് വൈകിട്ട് മുതൽ വലിയ രീതിയിൽ തീർത്ഥാടകരാൽ നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അഭിമാന മന്ദിരം എന്ന് തന്നെ അല്ലെങ്കിൽ രാഷ്ട്ര മന്ദിരം എന്ന രീതിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം വരുമ്പോൾ അത് വലിയ ആഹ്ലാദത്തിലാക്കുകയാണ്. ആനന്ദ നൃത്തം ചവിട്ടുകയാണ് അയോധ്യ നിവാസികളൊപ്പം ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും. ഭാരതത്തിലുടനീളം, അയോധ്യയിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ അതിന്റെ ഭാഗമാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലിപ്പാഡ് ഇറങ്ങിയ ശേഷം ഈ റാംപത്തിലൂടെയായിരിക്കും ഈ പുതിയ രാമക്ഷേത്രത്തിലേക്ക് എത്തുക. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തെ കാണുന്നതിന്, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ധാരാളം ജനങ്ങൾ ഈ ബാരിക്കേഡിന് ഇരുവശങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ റാംപത്തിന്റെ ഇരുവേദികളിലേക്കും എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന സേവകനെ വരവേൽക്കുന്നത് അല്ലെങ്കിൽ രാംലല്ലയെ വരവേൽക്കുന്നതിന്, രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷമാക്കുന്നതിന്, ആഹ്ലാദമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ അയോധ്യയുടെ മണ്ണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുലരി തീർത്തും രാംലല്ലയുടേതാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 500 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും സ്വന്തം ജന്മഗൃഹത്തിൽ അല്ലെങ്കിൽ ജന്മസ്ഥാനത്ത് പ്രതിഷ്ഠിതനാകുന്നു. അതിന്റെ നീണ്ട പോരാട്ടത്തിന്റെ കഥകൾ നമുക്ക് അറിയാൻ സാധിക്കും. 1528-ൽ ബാബറുടെ സൈന്യം ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർക്കുകയും അതിന് മുകളിൽ ഉയർത്തിയിട്ടുള്ള തർക്ക മന്ദിരം അതിൽ നീക്കം ചെയ്യുന്നതിനും അതിൽ ആരാധനാ സൗകര്യം ഉറപ്പാക്കുന്നതിനും ഒരു 5 നൂറ്റാണ്ട് പഴകിയിട്ടുള്ള പോരാട്ടം ഹൈന്ദവ സമൂഹം ഈ മണ്ണിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇതിന്റെ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ, കാസ്റ്റ് സേവകരുടെ ത്യാഗം ഏകദേശം 1855 മുതൽ 2019 വരെ സുപ്രീം കോടതി വരെ നീണ്ടുനിന്ന ഏകദേശം 134 വർഷത്തെ നിയമ പോരാട്ടം. 1855-ൽ രഘുബീർ ദാസ് എന്ന ഈ അയോധ്യയിലെ പൂജാരിയാണ് ഈ തർക്ക മന്ദിരത്തിൽ ഹൈന്ദവ ആരാധനയ്ക്ക് അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫൈസാബാദ് കോടതിയെ സമീപിക്കുന്നത്. അന്ന് തൊട്ടെങ്കിൽ 2019 നവംബർ 9-ൽ സുപ്രീം കോടതിയുടെ ചരിത്ര പ്രാധാന്യമുള്ള വിധി വരെയുള്ള 134 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന്റെ, കാൽസേവകരുടെ ജീവത്യാഗത്തിന്റെ, അതിന് പ്രേരണയായി നിന്ന മഹാന്മാരുടെയും ഒപ്പം ഹൈന്ദവ സമൂഹത്തിന്റെ ലക്ഷ്യബോധത്തിന്റെയും VHP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആത്മവിശ്വാസത്തിന്റെയും കൂടി ഫലമാണ് അയോധ്യയിൽ ഉയരുന്ന പുതിയ രാമക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു നിമിഷം ധന്യമാക്കുന്നതിന് അയോധ്യ പൂർണ്ണമായും ഒഴുകിക്കഴിഞ്ഞു. രാംപത്തിലൂടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.